ഹായ് ഹലോ. ഗ്രോ ബാഗിൽ നടുന്ന ചെടികൾക്ക് എപ്പോഴും വെള്ളവും വളവും വലിച്ചെടുക്കാനുള്ള ആഗിരണശേഷി കൂടുതലായിരിക്കും കേട്ടോ. അപ്പോൾ അതിനുള്ള ആ ഒരു ഗ്രോ ബാഗിൽ എത്ര കൂടുതൽ വളങ്ങൾ നമ്മൾ നിറച്ചാലും അത് പെട്ടെന്ന് തന്നെ അത് വലിച്ചെടുത്ത് വീണ്ടും ആ ഒരു പോഷകാംശങ്ങൾ എല്ലാം നഷ്ടപ്പെട്ട് ആ ചെടി നിൽക്കും. മണ്ണിൽ നടുന്ന പോലെയല്ല. മണ്ണിലാണെങ്കിൽ ഒരു മാസത്തിലൊരിക്കൽ ഒരു പ്രാവശ്യം വളമിട്ട് കൊടുത്താൽ അത് വേര് കൂടുതൽ ആഴത്തിലേക്ക് അങ്ങനെ പോയി ലവണവും വളാംശവും വെള്ളവും എല്ലാം ഇങ്ങനെ വേര് കൂടുതൽ ആഴത്തിൽ പതിയല്ലോ, അങ്ങനെ വെച്ചെടുക്കും. പക്ഷേ ഗ്രോ ബാഗിൽ നടുന്നതിന് അല്പം മാത്രം ആ ഗ്രോ ബാഗിലുള്ള ആ ഒരു ഇത് മാത്രമാണ് കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും അതിന് ലായനി രൂപത്തിലുള്ള വളങ്ങൾ കൊടുക്കേണ്ടത് അത്യാവശ്യമാണ്. അപ്പോൾ പിണ്ണാക്കോ അതുപോലുള്ള ചാണകമോ കലക്കി ഒഴിക്കുന്ന ലായനി രൂപത്തിൽ വളങ്ങൾ കൊടുക്കുന്നതായിരിക്കും കൂടുതൽ ഉത്തമം. അവയ്ക്ക് പെട്ടെന്ന് വലിച്ചെടുക്കാനുള്ള ആ ഒരു ആവശ്യാർത്ഥം നമ്മൾ അങ്ങനെ വളം കൊടുക്കണം. അപ്പോൾ പെട്ടെന്ന് അതിൻ്റെ വളർച്ചയും നല്ല ത്വരിതഗതിയിലായിരിക്കും. അതിൻ്റെ വളർച്ച പെട്ടെന്ന് തന്നെ വളർന്ന് നല്ല ഫലഭൂയിഷ്ടമാവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ വളം ചേർക്കുന്ന സമയത്ത് എപ്പോഴും തടം ഇങ്ങനെ എന്തെങ്കിലും കമ്പോ എന്തെങ്കിലും കൊണ്ട് നന്നായി ഇളക്കി കൊടുക്കണം എപ്പോഴും. അല്ലെങ്കിൽ അത് ഒരു സിമെൻറ്റ് കട്ട പോലെ സിമെൻറ്റ് ഇട്ട പോലെ ഇങ്ങനെ ഉറച്ചു നിൽക്കുന്നത് കൊണ്ട് തന്നെ വളങ്ങൾ ആഗിരണം ചെയ്യാനുള്ള ആ ഒരു ശേഷി കുറവായിരിക്കും. അതുകൊണ്ട് എപ്പോഴും വളം ചേർക്കുന്നതിന് മുമ്പേ നമ്മളിങ്ങനെ അതിൻ്റെ തടം ഇങ്ങനെ നന്നായി ഇളക്കി കൊടുക്കണം. അപ്പോൾ ഞാൻ എൻ്റെ ഈ മുളകിനെല്ലാം വളം ചേർക്കുകയാണ്. ലായനി രൂപത്തിലുള്ള വളങ്ങളാണ് ഞാൻ അധികവും കൊടുക്കുന്നത്. ആദ്യം പോട്ടി മിശ്രിതം തയ്യാറാക്കുന്ന സമയത്ത് മാത്രം ചാണകപ്പൊടി നിറച്ചിട്ടുണ്ടായിരുന്നു. ബാക്കി പിന്നീട് ആഴ്ചയിലൊരിക്കൽ ലായനി രൂപത്തിലുള്ള വളങ്ങളാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുപോലെ തന്നെ മുളകിനുള്ള കുരുടുപ്പും ഇത് വരാതെ വെള്ളീച്ച ശല്യവും ഉണ്ടാവാതെയും സൂക്ഷിച്ചാൽ നമുക്ക് നമ്മുടെ അടുക്കളയിലേക്ക്, അധികം അല്ല, നമ്മളുടെ അടുക്കളയിൽ